ഓ 16 സ്റ്റെപ്പാണ് കെട്ടി വെച്ചേക്കുന്നത്. അല്ല ഇതാരാണ്? വായുധ എവിടെ പോയി? ആ കൊച്ചെ അമ്മായിത് അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് വന്നതാണ്. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ഓ കാലിന് ഭയങ്കര വേദന. അല്ല വയ്യെങ്കി അമ്മായിക്ക് വീട്ടിൽ ഇരുന്നാ പോരായിരുന്ന? പിള്ളേര് വന്നേനോ അല്ല കല്യാണത്തിന്? ഓ അതൊന്നും ശരിയായില്ലടി കൊച്ചെ. അമ്മായിക്ക് ഇവിടെ കല്യാണ വീട് വരെയൊക്കെ വന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടിയല്ലേ വീട്ടിൽ ഇരുന്ന. അങ്ങനെ ചെന്നപ്പോഴാണ് അമ്മായി ഒരു കാര്യം അറിഞ്ഞത്. അല്ല മായ ഡിവോഴ്സ് ആയി വന്ന എന്തേ അവള്? അവളത് മുറിക്കാത്തോണ്ട്. മായേ കൊച്ചേ, എടി അമ്മായി വിളിക്കണ നിന്ന. എന്താ അമ്മേ? ആ അമ്മായി വന്ന. ആ മോളെ അമ്മായി ഇപ്പൊ വന്നതേ ഉള്ളു. അല്ല മോളെ, കൊമ്പത്തെ കല്യാണമൊക്കെ നടത്തി വിട്ടിട്ട് മോളൊരു ബന്ധവും വേർപെടുത്തി വീട്ടിൽ പോന്നെന്ന് അറിഞ്ഞല്ല. എന്താണ് കാര്യം? അമ്മായിയോട് പറ. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല അമ്മായി. എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ലാന്ന് തോന്നി ഞാൻ പോന്നു. എന്നാലും എന്റെ ദൈവമേ, ഇവൾ എത്ര നിസ്സാരായിട്ടാണ് ഇത് പറയണത്. ബന്ധവും പിരിഞ്ഞ് വീട്ടിൽ പോന്നെന്ന് കേട്ടിട്ട് തന്നെ എനിക്ക് നാണക്കേട് വന്നി. അപ്പൊ എല്ലാരും പറയണത് ശരിയാണല്ലേ? ഇവിടെ കുഴപ്പം കൊണ്ടാണ് ഈ പോകുന്നത്. എല്ലാരും ഒന്നും അങ്ങനെ പറയത്തില്ല അമ്മായി. അമ്മായിനെ പോലത്തെ ചില കുടങ്ങളുടെ വായൊന്നും മൂടിക്കെട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നിങ്ങളുടെയൊക്കെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെ ഒക്കെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് സഹിച്ച് അവരുടെ വീട്ടിൽ നിന്ന് അവസാനം ആത്മഹത്യയും കൂടെ ചെയ്തു തരാനുള്ള ഇതൊന്നും എനിക്കില്ല. അതുകൊണ്ടാ ഞാൻ പോകുന്നത്. അല്ല മോളെ, നാട്ടുകാരൊക്കെ പറയണത് കേട്ടപ്പാ ഒന്ന് വന്ന് തിരക്കാന്ന് കരുതി. അല്ല കുറെ സ്ത്രീധനമൊക്കെ കൊടുത്ത് വിട്ടതല്ലേ, തിരിച്ചു കിട്ടിയാടി വല്ലതും? അതിന് കുറെ സ്ത്രീധനമൊന്നും കൊടുത്തിട്ടില്ല അമ്മായി. പ്രമാണം പണയം വെച്ച് എന്നെ കല്യാണം നടത്താനാണ് അച്ഛൻ ഇരുന്നത്. അതിന് പെങ്ങന്മാരുടെ എല്ലാവരുടെയും പുറകെ നടന്നിട്ട് ആരും അച്ഛനെ ഒപ്പിട്ട് കൊടുത്തില്ല. പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ ചെന്നപ്പോ സ്ത്രീധന പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെയാ ഞാൻ പോകുന്നത്. അതിന്റെ പേര് എന്റെ കൊച്ചിനെ അവൻ നന്നായിട്ട് തല്ലിച്ചതച്ചോണ്ടാണ് ഇങ്ങോട്ട് വിട്ടത്. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതൊക്കെ ഞങ്ങൾ തിരിച്ചു മേടിക്കുകയും ചെയ്യും. പിന്നെ എന്റെ കുഞ്ഞിന അവൾ ഇവിടെ നിന്നോളൂ. ഞങ്ങൾക്ക് ഉള്ളത് വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ അവളെ നോക്കും. അതിനൊരു പരാതിയും ഇല്ല ഞങ്ങൾക്ക്. ആ അല്ല മോളെ, എന്നാ പിന്നെ അമ്മായി അങ്ങോട്ട് ചെല്ലട്ടെ. കെട്ടിന് നേരവാടി. നിങ്ങൾ വന്നില്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലിയേ. ആ അമ്മായി എന്നാ ചെല്ല്, കല്യാണത്തിന് കെട്ട് നടക്കാറായിട്ടുണ്ട്. വെറുതെ അല്ല പെണ്ണ് വീട്ടിൽ പോകുന്നത്, തരം അതല്ലേ.